ഞാൻ നിത ഷഹീർ, കൊണ്ടോട്ടി നഗരസഭയുടെ ചെയർപേഴ്സണാണ്. ഞാനൊരു സ്റ്റുഡൻറ്റ് കൂടെയാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു രാഷ്ട്രീയം മുന്നോട്ടേക്ക് പോകുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. നമുക്ക് പഠനത്തിൻ്റെ കൂടെ തന്നെ രാഷ്ട്രീയം കൂടി കൊണ്ടുപോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഇപ്പം നമ്മളിപ്പോൾ ചൈൽഡ് അബ്യൂസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അത് രാഷ്ട്രീയത്തിലൊന്നും കൂടെ കൊണ്ടുവരുമ്പം ഒരു യങ്ങായ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ ഒരുപാട് വിദ്യാഭ്യാസ രീതിയിൽ അല്ലെങ്കിൽ രംഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ നമുക്ക് ആർട്ടിക്കിൾസും കാര്യങ്ങളും കൂടെ തന്നെ നമ്മൾ ആ പഠനം എന്താണോ നമ്മൾ പഠിക്കുന്നത് അത് പ്രയോഗിക്കാമെന്നുള്ളൊരു അവസരം കൂടെയാണ് നമുക്ക് രാഷ്ട്രീയത്തിൽ കിട്ടുക. നമുക്കൊരു ധനം എന്ന് പറയുന്നതിൽ ഏറ്റവും വലുതൊരു സംഭവമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് എത്രത്തോളം കിട്ടാൻ പറ്റുമോ അത് എത്രത്തോളം നമ്മൾ കരസ്ഥമാക്കുക. സ്ത്രീകൾക്ക് പലപ്പോഴും തോന്നുന്നൊരു ഇതുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ ജീവിതം അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജിൻ്റെ ശേഷം അല്ലെങ്കിൽ മക്കളായത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പഠനം ഇല്ലാതാവോ അല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളതിന് നമ്മളെപ്പോഴും കാണുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അതൊന്നും നമുക്ക് പ്രയാസമല്ല, നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു അമ്മ എന്നൊക്കെ പറയുമ്പം വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് പഠനം. പഠനം നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ ഏജ് നമുക്കിങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ പഠനം സ്റ്റോപ്പ് ചെയ്താൽ നമ്മൾ ഏജ് പോവുകയും ചെയ്യും, നമ്മൾ എവിടെ എത്തുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ആയ സമയത്ത് ഇനിയൊരു അധ്യാപിക ആവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. സമൂഹത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കൂടെ കിട്ടും. ഇവിടുത്തെ MLN എന്ന് തന്നെ പറയുകയാണെങ്കിൽ +2 അധ്യാപകനായിരുന്നു. അപ്പോൾ അത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോബിയാണ്. അതിൻ്റെ കൂടെ പഠനം കൂടി കൊണ്ടുപോകും. ഞാനിപ്പം നഗരസഭയുടെ ഓഫീസിലെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ കൂടെ തന്നെ പഠനം കൂടി മുന്നോട്ടേക്ക് പോകും. ഇപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ക്ലയൻസ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് നമ്മളെ പഠനമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതും കൂടെ എന്ന് വെച്ചാൽ മാക്സിമം നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പം എപ്പോഴാണോ സ്പേസ് കിട്ടുന്ന ആ സമയത്തൊക്കെ പുസ്തകം എടുത്ത് വായിക്കുക എന്നുള്ള രീതിയിലാണ്. കലാലയത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ നാടിൻ്റെ നന്മയ്ക്കായി പ്രാവർത്തികമാക്കിയും പൊതുപ്രവർത്തനത്തിൽ നിന്ന് പഠിച്ചും നിത ഷഹീർ യാത്ര തുടരുകയാണ്. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.